السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. صدق رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഉലമാക്കളെ, കപട നവോത്ഥാനത്തിന്റെ അപജയങ്ങൾ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. കേരളത്തിൽ കപട നവോത്ഥാനം വരുന്നത് രണ്ട് വഴികളിലൂടെയാണ്. പ്രധാനമായും ഈജിപ്തിൽ നിന്ന് വന്ന ഒരു ധാരയുണ്ട്. ആ ധാര മതയുക്തിവാദമായിരുന്നു. ഈ ധാരയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് നവോത്ഥാന നായകരെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പുത്തൻവാദികൾ, അവരുടെ നേതാവാണെന്നും അവർക്ക് ഊർജം പകർന്നവരാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തിത്വങ്ങൾ. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, മറ്റൊന്ന് മുഹമ്മദ് അബ്ദു, വേറെയൊന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ റഷീദ് റിള. ഇവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സുകളും അവർക്ക് ഊർജം പകർന്നവരുമെന്ന് കേരളത്തിലെ മുജാഹിദുകൾ തന്നെ പുറത്തിറക്കിയ കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരാമുഖം എന്ന ഈ പുസ്തകത്തിൽ, അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകത്തിൽ, വിവിധ പുസ്തകങ്ങളിൽ അവർ അക്കാര്യം രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമും കേരളത്തിലെ സാമൂഹിക പരിവർത്തന പ്രസ്ഥാനങ്ങളും എന്ന ഈ പുസ്തകത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചതും ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി എഴുതിയതുമായ ഈ പുസ്തകത്തിൽ അവർ പറയുന്നത്, ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുപ്രസിദ്ധ അറബി മാസികയായ അൽമനാറിലൂടെയാണ് സയ്യിദ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള തുടങ്ങിയ പരിഷ്കർത്താക്കളുടെ ഇസ്ലാമിക നവോത്ഥാനപരമായ ചിന്താഗതികളുമായി വക്കം മൗലവിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഈ മഹാത്മാക്കളുടെ വിപ്ലവാദർശങ്ങൾ, അവരുടെ തഖ്ലീദ് നിഷേധം, ആധുനിക നാഗരികതയും ഇസ്ലാമും തമ്മിൽ സമരസപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ, ഖുർആനിലേക്കും ആധികാരിക നബിചര്യയിലേക്കും മടങ്ങാനുള്ള നിരന്തരമായ ആഹ്വാനം, കർമ്മശാസ്ത്രപരമായ വിഭാഗീയ ചിന്തകളെയും വാദ കോലാഹലങ്ങളെയും കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ, ദൈവാധീർണമായ മതതത്വങ്ങളെ യുക്തിയിലൂടെയും ശാസ്ത്രത്തിലൂടെയും വ്യാഖ്യാനിക്കാനുള്ള അവരുടെ ശ്രമം തുടങ്ങിയവ വക്കം മൗലവിയെയും അദ്ദേഹത്തിലൂടെ കേരള മുസ്ലിങ്ങളെ പൊതുവായും സ്വാധീനിക്കുകയും ഇവിടെ നവോത്ഥാനത്തിന്റെ ബീജങ്ങൾ വിതക്കുകയും ചെയ്തു. അപ്പൊ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ബീജങ്ങൾ വിതക്കാൻ കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 നേതാക്കളിലൂടെയാണ് എന്ന് KNM പ്രസിദ്ധീകരിച്ച അവരുടെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കും അവർ പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങൾക്ക് നവോത്ഥാനത്തിന് മാതൃക ഈ പറഞ്ഞ നേതാക്കളാണെന്ന് 2007 പുറത്തിറക്കിയ പ്രബോധനം വിശേഷാൽ പതിപ്പ്, കർമ്മകാലം എന്ന പേരിലുള്ള അവരുടെ വിശേഷാൽ പതിപ്പിൽ അവർ എഴുതുന്നു, ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊന്നും ശൂന്യതയിൽ ഉദയം ചെയ്തവയായിരുന്നില്ല. വിവിധ കാലങ്ങളിലും ദേശങ്ങളിലും ജീവിച്ച
ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ, അതുപോലെ മുഹമ്മദ് അബ്ദു ഈജിപ്ത്, അമീർ അബ്ദുൽ ഖാദിർ അൽ ജസാഇരി, റഷീദ് റിവ, സയ്യിദ് അഹമ്മദ് ഷഹീദ് ഇന്ത്യ, ജമാലുദ്ദീൻ അഫ്ഗാനി തുടങ്ങിയ നിരവധി ചിന്തകരുടെയും പണ്ഡിതന്മാരുടെയും പോരാളികളുടെയും ചിന്തകളും പ്രവർത്തന രീതികളും അവയെ സ്വാധീനിച്ചിട്ടുണ്ട്. അടിസ്ഥാന ദർശനങ്ങളിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെയും സമാനത പുലർത്തുന്നതോടൊപ്പം തന്നെ അതത് കാലത്തെയും ദേശത്തെയും സവിശേഷ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് അവയുടെ നയപരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും എല്ലാവരും ഇവിടെ നവോത്ഥാനം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 നേതാക്കൾ, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള എന്ന നേതാക്കളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. ഞാനിത് തുടക്കത്തിൽ പറഞ്ഞത് ഇവർ നടത്തിയ നവോത്ഥാനം എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അവരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഊർജം പകർന്ന് കേരളത്തിലെ പുത്തൻവാദികൾ ചെയ്ത നവോത്ഥാനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വിശദമായി ഇറങ്ങിച്ചെല്ലാനുള്ള സമയമില്ല. ഒന്നാമത്തെ നേതാവ് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണ്? ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണിത്, ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ എഴുതുന്നത് കാണാം, കേരളത്തിലെ മുജാഹിദുകൾ വലിയ മുജദ്ദിദായി വാഴ്ത്തുന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയെ ഗൾഫിലെ സലഫികൾ അവരൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തുന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ പറയുന്നത് യൂറോപ്യരുടെ, പാശ്ചാത്യരുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ സംസ്കാരം മുസ്ലിം രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പാശ്ചാത്യർ നിയോഗിച്ചിട്ടുള്ള ചാരനാണ്, അല്ലെങ്കിൽ ഏജന്റാണ് ജമാലുദ്ദീൻ അഫ്ഗാനി എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, യൂറോപ്യന്മാർ അവരുടെ സംസ്കാരം മുസ്ലിം രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പഠിച്ച എല്ലാ അടവുകളും നോക്കിയിട്ടും പരാജയപ്പെട്ടപ്പോ അവർ തീരുമാനിച്ചതെന്താ? മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സംസ്കാരം മുസ്ലിം രാജ്യങ്ങളിലേക്ക് എത്തിക്കണം. അതിന് അവർ കണ്ടുപിടിച്ചത് ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുസ്ലിമീങ്ങളിലേക്ക് യൂറോപ്യരുടെ ചാരനായി എത്തിയ, ഏജന്റായി എത്തിയ ജമാലുദ്ദീൻ അഫ്ഗാനി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം, അയാൾ നടത്തിയ ഒരു നവോത്ഥാനം, അത് ഇസ്ലാമികമാണോ? അത് യഥാർത്ഥ ഇസ്ലാമിക ആശയമാണോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? മാത്രമോ ഇദ്ദേഹം ആരാ? സർവമത സത്യവാദിയായിരുന്നു ഇദ്ദേഹം എന്ന്. അതായത് ഇസ്ലാമും ക്രിസ്ത്യാനിസവും യഹൂദിസവും ഇത് 3 ശരിയായ മതമായി വിലയിരുത്തുകയും സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് സമകാലിക പണ്ഡിതരും ആധുനിക നിരൂപകന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഉമറുദ്ദസൂഖിയുടെ ഫിൽ അദബിൽ ഹദീസ് എന്ന ഗ്രന്ഥം ഒരു ഉദാഹരണം മാത്രമാണ്. ആ ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്, ഞാനത് വായിക്കുന്നില്ല. അദ്ദേഹം ഉദാഹരണ സഹിതം, പ്രിയപ്പെട്ടവരെ, ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ നേതാവ് മുഹമ്മദ് അബ്ദു ആണ്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നേതാവായി, അല്ലെങ്കിൽ അവർക്ക് ഊർജം പകർന്ന വ്യക്തിയായി, നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് അബ്ദുവിനെയാണ്. ആരാണ് മുഹമ്മദ് അബ്ദു? ഈ അഫ്ഗാനിയുടെ ശിഷ്യനാണ്. അഫ്ഗാനിയുടെ ശിഷ്യനായ മുഹമ്മദ് അബ്ദുവിന്റെ മഹത്വം എന്താണെന്നറിയോ? ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉഗ്രവാദി ഗ്രൂപ്പിന്റെ തീവ്രവാദി മാസികയാണ് ഇസ്ലാഹ് മാസിക. ഈ മാസികയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. മുഹമ്മദ് അബ്ദു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ കടുത്ത ഭാഷയിൽ നിഷേധിക്കുന്ന കടുത്ത ഹദീസ് നിഷേധിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നിഷേധിക്കുന്ന ഹദീസ് നിഷേധിയായിരുന്നു എന്ന് മാത്രമല്ല, ഹദീസ് നിഷേധികൾ
അവരുടെ വാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിക്കുന്നത് മുഹമ്മദ് അബ്ദുവിന്റെ ഗ്രന്ഥങ്ങളെയും അദ്ദേഹത്തിന്റെ ഉദ്ധരണികളെയുമാകുന്നു. എഴുതുന്നത് ആരാണ്? അഹ്ലു സുന്നത്തിന്റെ പ്രസിദ്ധീകരണമല്ല, മുജാഹിദ് പ്രസിദ്ധീകരണമായ ഇസ്ലാഹ് മാസിക മെയ് 2007 മെയ് ലക്കത്തിൽ ഇറങ്ങിയ ഈ ലക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരന്മാരെ, മുഹമ്മദ് അബ്ദു അദ്ദേഹം ഹദീസ് നിഷേധിയാണ്. ഹദീസ് നിഷേധി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അത് ഇസ്ലാമിക പ്രസ്ഥാനമാകുമോ? ഹദീസ് നിഷേധി ചെയ്ത പ്രവർത്തനം അത് നവോത്ഥാനമാകുമോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. കഴിഞ്ഞോ? അദ്ദേഹം കടുത്ത മുഅ്ജിസത്ത് നിഷേധിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദ്രത്തിൽ അടിച്ച് അവർ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ സദസ്സിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒരറിയിപ്പ് ലഭിക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതാണ്. സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. മറ്റൊരറിയിപ്പുണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമുദ്രം പിളർത്തിയ ഖുർആൻ പറഞ്ഞു, ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹറു ഫൻഫലഖ. മൂസാ നബിയുടെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറയുന്നു. സമുദ്രം രണ്ട് പിളർപ്പാകുന്നു. മൂസാ നബിക്കുണ്ടായ വലിയ മുഅ്ജിസത്ത് ഖുർആൻ വിശദീകരിക്കുന്നു. എന്നാൽ ഈ മുഹമ്മദ് അബ്ദു പറയുന്നത് എന്താണെന്നറിയോ? അത് മുഅ്ജിസത്തല്ല, അത് സമുദ്രത്തിന്റെ വേലിയേറ്റമാണ്. അത് വേലിയിറക്കവും വേലിയേറ്റവുമാണത്, അത് മുഅ്ജിസത്തല്ല എന്നാണ്. ഇത്രമാത്രം മുഅ്ജിസത്തുകളെ നിഷേധിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന മുഹമ്മദ് അബ്ദു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമോ സാംസ്കാരികമായി വളരെ അപജയം സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി തന്റെ വിശ്രുതമായ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അർത്ഥം പറയുന്നില്ല, ഉലമാക്കളായതുകൊണ്ട് ആ വരികൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം മതപരമായി എത്രമാത്രം ഒരു ഇസ്ലാമിക അഹ്ലു സുന്നക്ക് സമാന്തരമായി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ മാത്രം യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ഈ മുഹമ്മദ് അബ്ദുവിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു, യുആശിറു നിസ്വാനൻ നസാറാ വലാ യറാ ബിദാലിക മിൻ ബഅസിൻ വഇൻ കാശഫ സിത്റാ. ക്രിസ്ത്യൻ യുവതികളോടൊപ്പം അദ്ദേഹം കൂട്ടുജീവിതം നയിച്ചിരുന്നു. വയഅകൂലു മഅഹും കുല്ല മാ യഅകൂലൂനഹു വയശ്റബുഹാ ഹംറാ ഇൻ ശാഅ ഔ സ്വഫ്റാ വയുഫ്തി ബിഹില്ലിൽ മുസ്കിറാത്തി ജമീഇഹാ ഇദാ ഹിയ ബിൽ അസ്മാഇ ഖാലഫത്തിൽ ഖംറാ. ഖംർ എന്ന് പേര് പറയാതെ ഏത് രൂപത്തിലുള്ള മുസ്കിറാത്തുകളും കഴിക്കാം എന്ന് ഫത്വ നൽകിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അമുസ്ലിമീങ്ങളെ വേഷവിധാനം മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പാസ് കൊടുത്തിരുന്നു. പലിശ അദ്ദേഹം ഹലാലാക്കിയിരുന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ നേതാവ് KM മൗലവിയുടെ ഹീലത്തുർ റിബ എന്ന പുസ്തകം നമ്മൾ ഇവിടെ വെച്ച് ഓർമ്മിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, വകംസാറ ബാരിസൻ വലുന്ദറതം വലം യസുർ മക്കതൻ യൗമൻ വലാ ത്വയ്ബതൽ ഗർറാ. പാരീസിലും ലണ്ടനിലുമൊക്കെ അദ്ദേഹം ഒരുപാട് സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ മക്കത്തുൽ മുക്കറമയിലോ മദീനത്തുൽ മുനവ്വറയിലോ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടില്ല. നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലോ വഇൻ കാന യൗമൽ ലിർരിയാഇ മുസല്ലിയാ യുറാ ഫാഇലൻ യൗമൻ വതാരികഹാ ശഹ്റാ. ഒരു ദിവസം ആരെങ്കിലും കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ തന്നെ ഒരു മാസം പിന്നീട് അദ്ദേഹത്തിന് നിസ്കാരമില്ല.
അല്ലാമ യൂസുഫ് നബ്ഹാനി പറയാ, വഖദ് കുൻതു ഫീ ലുബ്നാന യൗമൻ സഹിബ്തുഹു ലിഖുർബി ഖുറൂബി ശംസി മിൻ ലഹ്വത്തിൻ കുബ്റാ. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ ഒരു വീട്ടിലേക്ക് എന്റെ സുഹൃത്ത് ക്ഷണിച്ചപ്പോ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ വക്തും അദ്ദേഹം നിസ്കരിച്ചില്ല. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സാംസ്കാരികമായ അപചയങ്ങൾ വളരെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ യൂസുഫ് നബ്ഹാനി പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന അയാൾ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, സഹോദരങ്ങളെ, അതെങ്ങനെയാണ് നവോത്ഥാനമാവുക എന്ന് നാം ചിന്തിക്കേണ്ടതാണ്, നാം പഠിക്കേണ്ടതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഈ വ്യക്തികൾ, ഇവരാണ് ഇവരുടെ നേതാക്കളായി, നവോത്ഥാന നായകന്മാരായി നമ്മുടെ കേരളത്തിലുള്ള കപട നവോത്ഥാനവാദികൾ പരിചയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് മൂന്നാമത്തെ വ്യക്തിയായ റഷീദ് റിള. ആരാണ് റഷീദ് റിള? ഇയാളും ഗുരുവിനെ പോലെ കടുത്ത ഹദീസ് നിഷേധിയായിരുന്നു. ഞാൻ പറയുന്നില്ല, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചു. എന്താണ്? ഇമാം മഹ്ദിയെക്കുറിച്ചുള്ള ആഗമനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ വിവിധ ചേരികളും മഹ്ദി ഇമാമിന്റെ വരവിനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുന്നവരും അത് പ്രതീക്ഷിക്കുന്നവരുമാണ്. എന്നാൽ മുജാഹിദുകൾ, ജമാഅത്തുകാർ മുതലായവർ മഹ്ദിയുടെ ആഗമനത്തെ അംഗീകരിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച കൃതികളിലോ പാഠപുസ്തകങ്ങളിലോ മഹ്ദിയുടെ ആഗമനത്തിലുള്ള വിശ്വാസം പഠിപ്പിക്കുന്നുമില്ല. മഹ്ദി വിശ്വാസത്തെ പലപ്പോഴും മുജാഹിദ് പണ്ഡിതർ വിമർശിക്കാറുമുണ്ട്. സയ്യിദ് റഷീദ് റിള, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു തുടങ്ങിയവരുടെ പാന്താവിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിലും ചുവടുപിടിച്ചിട്ടുള്ളത്. സയ്യിദ് റഷീദ് റിളയുടെ വിഖ്യാതമായ ഖുർആൻ വിശദീകരണമാണല്ലോ തഫ്സീറുൽ മനാർ. അതിന്റെ 9-ാമത്തെ വാള്യം 499 മുതൽ 504 വരെയുള്ള പേജുകളിൽ മഹ്ദിയെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട എല്ലാ നിവേദനങ്ങളും ദുർബലങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമാണെന്ന് സയ്യിദ് റഷീദ് റിള പറയുന്നു. മഹ്ദിയുടെ പുറപ്പാടിനെ കുറിച്ച് ഹദീസുകളിൽ എത്രയോ സഹയായ ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ മുഴുവനും ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് ഹദീസുകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന, അല്ല നിഷേധിക്കുന്ന വ്യക്തിയാണ് റഷീദ് റിള എന്ന് കേരളത്തിലെ മുജാഹിദുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളെ നിഷേധിക്കുന്ന വ്യക്തിയായ റഷീദ് റിള, അതുപോലെ മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, തന്റെ ഗുരുനാഥന്മാരെ പോലെ തന്നെ റഷീദ് റിളയും സർവമത സത്യവാദിയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി തങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, വഫീ ജുസ്ഇ ശഅബാനിൻ മിനൽ ആമി നഫ്സിഹി ബിബൈറൂത ലിൽ ഇസ്ലാമി ഖദ് ജവസൽ കുഫ്റാ അബാഹാ ലഹും അൻ യഅ്ബുദൂ ബി കനീസതി ഇബാദത അഹ്ലിഹാ ബിമദ്റസത്തിൻ കുബ്റാ. ക്രിസ്ത്യൻ ചർച്ചുകളിൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്ത വ്യക്തിയാണ് റഷീദ് റിള എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി തങ്ങൾ തന്നെ തന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതിലേറെ അപകടകരമായ ഒരു വാദം നിങ്ങൾ ചിന്തിക്കൂ. അദ്ദേഹം അല്ലാഹുവിനെ തിരുത്തുകയാണ്, പടച്ച തമ്പുരാനെ തിരുത്തുന്നു റഷീദ് റിള. റഷീദ് റിളയുടെ കുപ്രസിദ്ധമായ തഫ്സീറുൽ മനാറിന്റെ 11-ാം വാള്യം 155-ാമത്തെ പേജിൽ റഷീദ് റിള പറയുന്ന ഒരു വരിയുണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, വലൗലാ ഹികായത്തുൽ ഖുർആനി ലിഅഹയാത്തില്ലാഹി അയ്യദ ബിഹാ മൂസാ വഈസാ അലൈഹിമസ്സലാം ലകാന ഇഖ്ബാലു അഹ്റാരിൽ അഫ്റൻജി അലൈഹി അക്സർ വഹ്തിദാഉഹും ബിഹി അം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും മുഅ്ജിസത്തുകൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ യൂറോപ്യന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് കൂടുതൽ ഒഴുകിയെത്തിയിരുന്നേനെ. അള്ളാഹുവിന് അതറിയാതെ പോയി.
അതുകൊണ്ടാണ് അള്ളാഹു ഈ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും മുഅ്ജിസത്തുകൾ ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് ആളുകൾ ശുഷ്കിച്ചു മാത്രമേ യൂറോപ്യന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നുള്ളൂ എന്നാണ് റഷീദ് റിള എന്ന് പറയുന്ന കേരളത്തിലെ പുത്തൻവാദികളുടെ നവോത്ഥാന നായകനായി അവർ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തി എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാരമ്പര്യ ദീനാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം, ആ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണോ അത്? ഇത്തരം കക്ഷികൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അത് ഇസ്ലാമിക പ്രസ്ഥാനമാണോ? അല്ലെങ്കിൽ ആവുമോ? ഇസ്ലാമിക പ്രസ്ഥാനം എന്നതിനെ വിളിക്കാൻ പറ്റുമോ? താടി നീട്ടിയത് കൊണ്ടോ സ്റ്റേജുകളിലും പേജുകളിലും ആയത്ത് പറഞ്ഞതുകൊണ്ടോ അത് ഇസ്ലാമിക പ്രസ്ഥാനമാവുകയില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നാമത്തെ ധാര. കേരളത്തിലേക്ക് മുജാഹിദുകൾ അല്ലെങ്കിൽ കപട നവോത്ഥാനമെത്തിയ ഒന്നാമത്തെ ധാര ഇതാണ്. രണ്ടാമത്തെ ധാര ഏതാണ്? അത് നജ്ദി വഴിയാണ്. നജ്ദി വഴിയിലൂടെയാണ് രണ്ടാമത്തെ ധാര. അത് തനി തീവ്രവാദവും ഭീകരവാദവുമാണ്. 10,000-കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കുകയും 1000-കണക്കിന് മഖാമുകളും ജാറങ്ങളും കൊള്ളയടിക്കുകയും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും 100-കണക്കിന് ഇസ്ലാമിക ചിഹ്നങ്ങളെ, ശിആറുകളെ നശിപ്പിക്കുകയും കിരാത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത നജ്ദിയൻ ധാര. സഹോദരങ്ങളെ, ഇവരെ പിന്തുടരുന്ന കേരള മുജാഹിദുകൾ, ആ കേരള മുജാഹിദുകൾക്ക് ഇത് ഇസ്ലാമിക നവോത്ഥാനമായി പറയാൻ കഴിയുമോ? നാം ചിന്തിക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, വായിക്കാൻ സമയമില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് E.K. മൗലവിയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ അൽ ഇത്തിഹാദ് അറബി മലയാള മാസികയാണ് എന്റെ കയ്യിൽ. ഇതിൽ വിശദമായ കഥകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 10,000-കണക്കായ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും 1000-കണക്കായ മഖബറകളും ജാറങ്ങളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും 100-കണക്കായ ഇസ്ലാമിക ശിആറുകളെയും ചിഹ്നങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ, അവർ ചെയ്ത നവോത്ഥാനം, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അത് നവോത്ഥാനമാകുമെന്നോ? ഈ സംഘം ചെയ്ത പ്രവർത്തനം അല്ലാമ മുഫ്തിൽ ഹറമൈൻ മഹാനായ അഹമ്മദ് സൈനി ദഹലാൻ തങ്ങൾ തന്റെ ഖുലാസത്തുൽ കലാം എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നോക്കൂ നിങ്ങൾ. വലമ്മാ ദഖലു ത്വായിഫ, അവരുടെ ഈ സംഘം ത്വായിഫിലേക്ക് പ്രവേശിച്ചപ്പോൾ ഖതലുന്നാസ ഖത്ലൻ ആമൻ, വ്യാപകമായ കൊല നടത്തി. വസ്തൗഅബുൽ കബീറ വസ്സഗീറ വൽ മഅ്മൂറ വൽ അമീറ വശരീഫ വൽ വദിഅ, സർവ്വ ആളുകളെയും കൊന്നൊടുക്കി. വസാറു യദ്ബഹൂന അലാ സ്വദ്രിൽ ഉമ്മി അത്ഫിൽ അർദിഅ, ഉമ്മയുടെ മാർവിടത്തിൽ കിടന്ന് അമ്മിഞ്ഞ പാൽ നുണഞ്ഞിരുന്ന പിഞ്ചു പൈതലിനെ മാർവിടത്തിൽ വെച്ച് വെട്ടി നുറുക്കി. വസാറു യസ്അദൂനൽ ബുയൂത, വീടുകളിലേക്ക് അവർ ഇരച്ചു കയറി. യുഖ്രിജൂന മൻ തവാറാ ഫിഹാ, ആ വീടുകളിൽ ഇവരെ പേടിച്ചൊളിച്ചിരുന്ന ആളുകളെ പിടിച്ച് പുറത്തേക്കിട്ടു. ഫയഖ്തുലൂനഹും, അവരെ മുഴുവനും കൊന്നുകളഞ്ഞു. വവജദൂ ജമാഅത്തൻ യതദാറസൂനൽ ഖുർആന ഫഖതലൂഹും അൻ ആഖിരിഹിം, പരിശുദ്ധ ഖുർആൻ വീടുകളിൽ വെച്ച് പഠിച്ചിരുന്ന ഒരു സംഘം ആളുകളെ മുഴുവനും അവർ നശിപ്പിച്ചു. അങ്ങനെ സുമ്മ ഖറജൂ ഇലൽ ഹവാനീതി വൽ മസാജിദി, പീഡികത്തിണ്ണയിലേക്ക്, പള്ളികളിലേക്ക് അവരതാ പുറപ്പെടുന്നു. വഖതലൂ മൻ ഫീഹാ വയഖ്തുലൂന അർറജുല ഫിൽ മസ്ജിദി വഹുവ റാക്കിഉൻ ഔ സാജിദ്, ആ പീഡികയിലും പള്ളികളിലുമുള്ള ആളുകളെ മുഴുവനും അവർ കൊന്നൊടുക്കുന്നു. പള്ളിയിൽ സുജൂദിൽ കിടക്കുന്നവന്, അതുപോലെ റുക്കൂ ചെയ്യുന്നവന് റുക്കൂയിലായി സുജൂദിലായി വെട്ടി നുറുക്കി കശാപ്പ് ചെയ്തു എന്ന് ഹറമൈനിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അല്ലാമ അഹമ്മദ് സൈനി ദഹലാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരന്മാരെ, പരിശുദ്ധ കഅബാലയത്തിൽ കയറി കഅബാലയം കൊള്ളയടിച്ച ചരിത്രം തങ്ങളുടെ നേതാവാണെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന ഈ മൊയ്തു മൗലവിയുടെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിന്റെ 68-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഈ കക്ഷികൾ ഇവർ ചെയ്ത മതയുക്തിവാദികളായ ഈജിപ്ഷ്യൻ ധാരയും അതുപോലെ തീവ്രവാദ ഭീകരവാദത്തിൽ അധിഷ്ഠിതമായ നജ്ദിയൻ ധാരയിലൂടെയുമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കപട നവോത്ഥാനവാദികൾ എത്തുന്നത്. ഇവരുടെ കപട നവോത്ഥാനത്തെ, ഇവർ ചെയ്ത പ്രവർത്തനത്തെ നമുക്ക് 3 മേഖലയാക്കി ചുരുക്കി ഞാൻ പറയാം, വിശദീകരിക്കാൻ സമയമില്ല. ഒന്നാമത് വിശ്വാസപരം, രണ്ടാമത് കർമ്മപരം, 3 സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ.
ഈ 3 മേഖലയിലും ഇവർ സൃഷ്ടിച്ച ദുരന്തം ചെറുതൊന്നുമല്ല. സമൂഹത്തിൽ അതുമൂലമുണ്ടായ നാശങ്ങളും വിനകളും വളരെ കൂടുതലായിരുന്നു എന്ന് നമുക്ക് മുമ്പിൽ അനുഭവ സാക്ഷ്യമാണ്. വിശ്വാസപരമായി നിങ്ങൾ എടുത്തു നോക്കൂ. ഇവരുടെ മാതൃകാ നേതാക്കളായ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ഇവരെയൊക്കെ പിൻപറ്റി ഒട്ടേറെ വിശുദ്ധ ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ച് വിഷലിപ്തമായ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് അവർ പരിശുദ്ധ ഖുർആനിനെ തന്നെ പൂർവ്വ സലഫുകൾ പഠിപ്പിച്ച രീതിയിൽ നിന്ന് അവർ തെന്നി മാറ്റുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കടുത്ത ഭാഷയിൽ നിഷേധിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നും അത് അനവരതം മനസ്സൂതം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. മുജാഹിദുകളുടെ 8 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ മുഴുക്കയും മറുഗ്രൂപ്പിനെ ആക്ഷേപിക്കുന്നത് എന്താണ്? അവർ ഹദീസ് നിഷേധികളാണെന്നാണ്. അവർ തിരിച്ചാക്ഷേപിക്കുന്നതോ നിങ്ങളും ഹദീസ് നിഷേധികളാണെന്നാണ്. ഞങ്ങളായിട്ട് പ്രത്യേകമൊന്നും നിഷേധിക്കുന്നില്ല. നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസുകളെ തന്നെ അത് തന്നെ ഞങ്ങളും നിഷേധിക്കുന്നുള്ളൂ എന്ന് തിരിച്ചടിച്ചുകൊണ്ട് അവർ മറുപടി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള, അവരിവിടെ ചെയ്തിട്ടുള്ള 90-95 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ ചെയ്ത ഏറ്റവും വലിയ അപജയം പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പറ്റം മൗലവിമാരെ അല്ല, ഒരു പറ്റം അനുയായികളെ ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. ഇനി നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തൗഹീദിന്റെ കാതലാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിലെ 1ാമത്തെ പാർട്ട് അതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിമീങ്ങളെ വിശ്വാസം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അള്ളാഹു സിംഹാസനസ്ഥനല്ല, അവൻ 7 ആകാശത്തിന് മുകളിലല്ല, അല്ലെങ്കിൽ 7ാം ആകാശത്തിന് മുകളിലല്ല. അള്ളാഹുവിന് രൂപമില്ല, സ്ഥലമില്ല, ഭാഗമില്ല, അവയവങ്ങളില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹുവിന് ഭാഗങ്ങളുണ്ട്, സ്ഥലമുണ്ട്, ജഡമുണ്ട്, അവയവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദിയാകുന്നു എന്ന് ഫത്വ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1ാമത്തെ പ്രസിഡന്റ് KM മൗലവിയാണ്. അദ്ദേഹത്തിന്റെ ഫത്താവ അൽമനാർ 1952 ജനുവരി 20 ഇറങ്ങിയ ഫത്താവ അൽമനാറിൽ KM മൗലവി നൽകിയ ഫത്വയാണ് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വിശ്വാസത്തെ അട്ടിമറിച്ചുകൊണ്ട് 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാർ യോഗം കൂടി അതിനെ തിരുത്തുന്നു. ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന നേതാവ് എഴുതിയ ഈ പുസ്തകത്തിന്റെ 34ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി തീരുമാനങ്ങളിൽ 3ാമത്തെ തീരുമാനമാണിത്. എന്താണ് തീരുമാനിച്ചത്? അള്ളാഹുവിന് ഇനി മുതൽ കൈകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുണ്ട്, വിരലുണ്ട്, ഊരയുണ്ട്, നമ്മൾ പറയാൻ മടിക്കുന്ന പലതുമുണ്ട് എന്നിടത്തേക്ക് സഹോദരന്മാരെ അവരെത്തിച്ചു എന്ന് മാത്രമല്ല, അത് മദ്രസകളിലെ ചെറിയ കുട്ടികൾക്കു കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന വിശ്വാസത്തിലേക്ക് കേരളത്തിലെ മുജാഹിദുകൾ അനുയായികളെ എത്തിക്കുന്നു. 1ാമത്തെ പ്രസിഡന്റ് KM മൗലവി പറയുന്നതോ, അങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫിറായ മുബ്തദിയാകുന്നു. 2001 മുജാഹിദുകൾ യോഗം കൂടി തീരുമാനിക്കുന്നതോ, ഇനി അങ്ങനെ വിശ്വസിച്ചെങ്കിലേ അവൻ മുസ്ലിമാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, വിശ്വാസപരമായി അവർ നടത്തിയിട്ടുള്ള അപജയം ചെറുതൊന്നുമല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. 2ാമത്തേത് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് നമുക്കറിയാം. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്, മുസ്ലിം ലോകം അംഗീകരിച്ച വസ്തുതയാണ്. എന്നാൽ കേരളത്തിലെ പുത്തൻവാദികൾ അവർ പറയുന്നതെന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നബി തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തത് നമുക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബാബ് വാരികയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ തിരുകേശങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നത് ശിർക്കാണ്, അവൻ മുശ്രിക്കാകുന്നു. അപ്പോൾ ഈ ബറക്കത്തെടുത്ത സ്വഹാബികളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അത് അവർ മുശ്രിക്കായി പോയി. മഅദല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, വിശ്വാസപരമായി അവർ ചെയ്തിട്ടുള്ള അപചയങ്ങൾ ചെറുതൊന്നുമല്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഇബാദത്തിന് പുതിയ ഒരു നിർവചനമുണ്ടാക്കി തൗഹീദിൽ ഭീകരമായ അട്ടിമറി നടത്തി എന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പൂർവീകർ പഠിപ്പിച്ച തൗഹീദിനെ അവർ മാറ്റിവെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ റഷീദിനില അവർക്കൊരു പുതിയ നിർവചനം പഠിപ്പിച്ചു കൊടുത്തു. എന്താണത്? മറഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിൽ, മനുഷ്യ കഴിവിനതീതമായ രൂപത്തിൽ എന്ന വ്യത്യസ്ത പദപ്രയോഗങ്ങൾ നടത്തി അതിലൂടെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്, കുഫറാണ്. ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി, കാഫിറാക്കി. കേരളത്തിലെ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ഈ പുസ്തകത്തിൽ പറഞ്ഞു, കേരളത്തിലെ സുന്നികളൊക്കെ ഫുൾ ടൈം മുശ്രിക്കുകളാണ്. ആ മക്കയിലുള്ള മുശ്രിക്കുകളോ അവർ പാർട്ട് ടൈം മുശ്രിക്കുകളെ ആകുന്നുള്ളൂ. സുന്നികളായ നമ്മൾ ഫുൾ ടൈം മുശ്രിക്കുകളാണ്. കാരണം എന്താ? ഈ തലതിരിഞ്ഞ ഇബാദത്തായിരുന്നു, അല്ലെങ്കിൽ ഇബാദത്തിന്റെ നിർവചനമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭൗതികമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറഞ്ഞ വഴിയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തൗഹീദ് പഠിപ്പിച്ച മുജാഹിദുകൾക്ക് ഒരു നൂറ്റാണ്ട് ആഘോഷിച്ചപ്പോഴും എന്താണ് ഈ അഭൗതിക മാർഗമെന്ന് പറയാൻ ഇതുവരെ ഐക്യപ്പെട്ട മുജാഹിദുകൾക്കും അല്ലാത്തവർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ തൗഹീദിന്റെ പേരിൽ 8ഉം 10ഉം ഗ്രൂപ്പുകളായി തീർന്നിട്ടുള്ളത്. അടിസ്ഥാന വിഷയം അവിടെയാണ്. മനുഷ്യനിർമ്മിതമായ മൗലവി നിർമ്മിതമായ തൗഹീദ് ഖുർആൻ പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല. അവരുടെ ഈ തൗഹീദ് അനുസരിച്ച് അവർക്ക് തീരുമാനം പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓരോ മൗലവിമാരും അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചു. മുജാഹിദുകൾ രൂപീകരണം കഴിഞ്ഞ് ഏകദേശം 2007 വരെ ജിന്നിനെയും പിശാചിനെയും വിളിക്കുന്നത് ശിർക്കായിട്ടാണ് മുജാഹിദുകൾ കണ്ടിരുന്നത്. കാരണം അത് അഭൗതികമാണ് എന്നാണ് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ 2007 ശേഷം മൗലവിമാർ യോഗം കൂടി അത് തിരുത്തി. ജിന്നിനെയും പിശാചിനെയും വിളിക്കുന്നത് അഭൗതികമല്ല, ജിന്നും പിശാചുമൊക്കെ ഭൗതികമാണ് എന്ന് പറഞ്ഞ് പുതിയ ഒരു തൗഹീദ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ കഴിവിനതീതമായത് എന്ന് പറഞ്ഞിരുന്നതിന് പകരം സൃഷ്ടി കഴിവിനതീതമായത് എന്ന് അവർ പരാമർശിക്കുന്നു. സുന്നികൾ ഇവർക്കെതിരിൽ ആഞ്ഞടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും യോഗം കൂടി ചർച്ചയായി. ഭൂരിപക്ഷാഭിപ്രായം അനുസരിച്ച് 5 വർഷത്തെ തൗഹീദ് തിരുത്തിക്കൊണ്ട് വീണ്ടും അതിനെ ശിർക്കായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് ജിന്ന് വിളിയും പിശാച് വിളിയും തൗഹീദാകുന്നത്. യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് പറഞ്ഞത് ആ വിളി ശിർക്കായി പ്രഖ്യാപിക്കുന്നത്. ഇടക്കാലത്ത് 5 വർഷം തൗഹീദായി അംഗീകരിച്ച ഈ ജിന്ന് പിശാച് വിളിയെ അവർ വീണ്ടും തൗഹീദായി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഒരു പറ്റം മുജാഹിദുകൾ അതിൽ നിന്ന് വിട പറഞ്ഞു. കെ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മുജാഹിദുകൾ പറഞ്ഞു, നമ്മൾ സുന്നികളോട് എന്തു മറുപടി പറയും, അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള തൗഹീദിൽ മാറ്റം വേണ്ട, ഇപ്പൊ രണ്ടാമത് തിരുത്തിയ തൗഹീദിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുതിയ ഒരു ഗ്രൂപ്പുമായി രംഗത്തേക്ക് പോവുകയാണ്. ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് എന്താണ്, ഇബാദത്ത് ഏതാണെന്ന് നിർവചിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശ്വാസപരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസപരമായിട്ടുള്ള അപചയങ്ങൾ തന്നെ 50-ലധികം പറയാൻ നമുക്ക് കഴിയും. ഇനി നിങ്ങൾ നോക്കൂ, കർമ്മപരമായി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം സുഭദ്രമായി നിലനിൽക്കുന്നത് 4 മദ്ഹബുകളിലാണെന്ന് നമുക്കറിയാം. ലോക മുസ്ലിങ്ങളെല്ലാം 4-ൽ ഒരു മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. 4 മദ്ഹബുകൾക്ക് ശേഷം വന്നവരൊക്കെയും 4-ൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവരാണ്. എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെയും റഷീദ് റിളയെയും മുഹമ്മദ് അബ്ദുവിനെയും അംഗീകരിച്ചിട്ടുള്ള ഇന്നത്തെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനക്കാർ 4 മദ്ഹബിനു പകരം മുസ്ലിമീങ്ങളെ 4-ൽ നിന്ന് 4000 മദ്ഹബിലേക്ക് തള്ളിമാറ്റുന്നു. കേരളത്തിലെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ അഭിമാനത്തോടെ പറയുന്നത് നിങ്ങൾ ഓർക്കണം,
കേരളത്തിൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മുത്ലഖ് മുജ്തഹിദുകളുള്ള പ്രദേശം അത് കേരളമാകുന്നു എന്നാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാരെല്ലാം അവർ മുത്ലഖ് മുജ്തഹിദുകളാകുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ 116-17 പേജുകളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. കർമ്മപരമായി മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ട വലതുകാതിലെ ബാങ്കും ഇടതുകാതിലെ ഇഖാമത്തും മുതൽ അവൻ മരണപ്പെട്ട് ഖബറടക്കി ചെയ്യുന്ന ഖുർആനോത്തും ദുആയും ഉൾപ്പെടെയുള്ള മുഴുവൻ കർമ്മങ്ങളെയും അനാചാരമാക്കി മുദ്രകുത്തി കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം. ഈ അവാന്തര പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കേവലം 10 ചില്ലാനം വിഷയങ്ങളിൽ മാത്രമായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് 10 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 200 പിന്നിട്ട് 300-ലധികം വിഷയങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തുമായി, പാരമ്പര്യ ഇസ്ലാമുമായി അവർ തർക്കത്തിലായി ഇസ്ലാമിക നിയമങ്ങളെ കത്രിക വെച്ച് മുറിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഇവർ കൊണ്ടുണ്ടായ അപജയങ്ങൾ ചെറുതൊന്നുമല്ല. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം ഒഴിവാക്കി അത് ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യട്ടെ. ഒന്ന്, യുക്തിക്ക് വിധേയപ്പെടാത്ത മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തള്ളിപ്പറയാനും ദുർബലമാക്കാനുമുള്ള പ്രവണത ഇവർ ഉണ്ടാക്കിയെടുത്തു. മറ്റൊന്ന്, പ്രമാണങ്ങൾ ചോദ്യം ചെയ്യുന്നതിൽ മര്യാദയില്ലാതെ പരിശീലനം നൽകി അത് സമൂഹത്തിലെത്തിയപ്പോൾ വൻ ദുരന്തമുണ്ടായി. യുക്തിവാദികൾ വളരാൻ അത് നിമിത്തമായി, സന്ദേഹവാദികൾ ഉണ്ടാകാൻ കാരണമായി, ചേകന്നൂരികൾക്ക് ഇത് സഹായകമായി. ചേകന്നൂർ മൗലവി തന്നെ മുജാഹിദും ജമാഅത്തുമായി മാറി മാറി പരീക്ഷിച്ചതാണെന്ന് നമുക്കറിയാം. അദബ് എടുത്തുകളഞ്ഞു. അതുകൊണ്ട് ആർക്കും എന്തുമാവാമെന്ന രീതി വന്നു. സ്വന്തം മാതാപിതാക്കളെ തള്ളി ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും സഹവർത്തിത്വവും ധർമ്മനിഷ്ഠ ജീവിതത്തിന് സഹായിക്കുമായിരുന്നു. അതില്ലാതെയായതോടെ സമൂഹം കുഴഞ്ഞുമറിഞ്ഞു. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണം ഇതാണെന്ന് നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. സ്ത്രീകളുടെ പരസ്യവൽക്കരണം, വീട്ടിലിരുന്ന സ്ത്രീയെ കയറൂരി വിട്ടു പള്ളിയിലേക്കും സമ്മേളനങ്ങളിലേക്കും പരപുരുഷ വേദികളിലേക്കും ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി. ആയത്തും ഹദീസും ഓതി പെണ്ണുങ്ങളെ പള്ളിയിലേക്കും ക്രമേണ തെരഞ്ഞെടുപ്പുകളിലേക്കും അങ്ങാടികളിലേക്കും ആട്ടിത്തെളിച്ചു. ആടാനും പാടാനും പാട്ടു കേൾക്കാനും ആസ്വദിക്കാനും അനുവാദം പതിച്ചു നൽകി. ആഭാസകരമായ രൂപത്തിൽ ക്യാമ്പസുകളിലും ഷോപ്പിംഗുകളിലും മറ്റും മുസ്ലിം സ്ത്രീകൾ നിറഞ്ഞു. യുക്തിവാദികളും മതവിരുദ്ധരുമായ സ്ത്രീ സമൂഹം രൂപപ്പെട്ടു. മതനിയമങ്ങളെ ആദരിച്ചും അംഗീകരിച്ചും പോതിരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് മതനിയമങ്ങളുടെ ഗാംഭീര്യം തകർത്തുകളഞ്ഞു. നിസ്കാരം ഖളാഅക്കൽ, അന്യ സ്ത്രീ പുരുഷ ദർശനം, ഇതൊക്കെ വളരെ ലളിതമാക്കി. ഇതിനായി ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചു. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം എന്ന ആയത്തിൽ വിശ്വാസികളോട് കണ്ണു ചിമ്മണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ആസക്തിയോടെ നോക്കരുതെന്നു മാത്രമാണെന്നും പുതിയ ലോകത്ത് കണ്ണു ചിമ്മുക അപ്രായോഗികമാണെന്നും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന നിലക്ക് അന്യ സ്ത്രീ ദർശനം പുണ്യകർമ്മമാണെന്നുമുള്ള അതിരുവിട്ട ദുർവ്യാഖ്യാനങ്ങൾ വരെ ഉണ്ടായത് നമുക്ക് ഉദാഹരണമാണ്. സിനിമ കാണൽ വർദ്ധിച്ചു. ഹോം സിനിമ എന്ന പേരിൽ പ്രത്യേകിച്ച് മൗദൂദികൾ സിനിമ നിർമ്മിച്ചു. അതിനെതിരെ പൊതുസമൂഹത്തിന്റെ മനോഭാവം തന്നെ മാറുന്ന അവസ്ഥ വന്നു. അത് ഹലാലാണെന്ന് പലരും പറഞ്ഞു തുടങ്ങി. തവസ്സുലും തബറുക്കും പിശാചുബാധയും മാത്രമല്ല, പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളെ വരെ ഭൗതികവൽക്കരിക്കാനും മലക്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുത്താനും ഇവർ ശ്രമിച്ചു. ഖുർആനിന്റെയും ദിക്റുകളുടെയും ഫലശേഷിയെ കൊച്ചാക്കിക്കളയാനും ഖബർ ശിക്ഷയെപ്പോലും നിഷേധിക്കാനും ഇവർ ധൈര്യം കാണിച്ചു. ആണ്ടുനേർച്ചകൾ, മൗലിദാഘോഷങ്ങൾ, മാലപ്പാട്ടുകൾ, അനുസ്മരണങ്ങൾ, മരണവീടുകളിലെ ചടങ്ങുകൾ തുടങ്ങി ഓർമ്മകളെ ഉത്തേജിപ്പിക്കുന്നതും സ്നേഹ സാഹോദര്യം വർദ്ധിപ്പിക്കുന്നതുമായ പുണ്യകർമ്മങ്ങളെയും പൈശാചികതയ്ക്കെതിരെ സമരോത്സുകത വർദ്ധിപ്പിക്കുന്ന പ്രമാണബദ്ധമായ ആചാരങ്ങളെ ഇസ്ലാമിക വിരുദ്ധമായി ചിത്രീകരിക്കുക വഴി ഓർമ്മകൾക്കെതിരെ
കലാപവുമായി ഇവർ രംഗത്തിറങ്ങി. മുസ്ലിം സമുദായത്തിന് അനൈക്യവും ഛിദ്രതയും മന്താളിപ്പും ചിന്താപരമായ മുരടിപ്പും സമ്മാനിച്ചു. സമുദായത്തെ നിഷ്ക്രിയരാക്കി. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയും മുശ്രിക്കും കാഫിറും മുർത്തദ്ദുമാക്കി ചിത്രീകരിച്ച് നരകത്തിലേക്ക് തള്ളിവിട്ടു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, കരങ്ങളെ കൊണ്ട് ആശയങ്ങൾ എഴുതിയുണ്ടാക്കുക. സുമ്മ യഖൂലൂന, പിന്നെ പറയുന്നു, ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഇത് ഖുർആനാണ്, ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ് അവരുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് ഖുർആനും സുന്നത്തും മേമ്പൊടി ചോർക്കുന്ന കക്ഷികളില്ലേ, കപട നവോത്ഥാനവാദികളില്ലേ, ഫവൈലുൻ, അവർക്കാണ് സർവനാശവുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആ വിഭാഗത്തിന്റെ സർവനാശത്തെ തൊട്ടും അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ സമയം വൈകിയതുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.